കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. താമ്രപാണികമലപ്രണയപ്രദോദമാ ലോലഹാരമണികുണ്ടലഹേമസൂത്രം ആവിശ്രമാംബുഗതമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, ആരാധ്യരെ, നമുക്കിന്ന് രാജസഞ്ജയ വിജയം, പിന്നീട് കുന്തി വാക്യം, അതായത് കുന്തിയുടെ മക്കൾ ഭിക്ഷാടനത്തിന് പോയിട്ട് വരാത്തതുകൊണ്ട് കുന്തിയുടെ ഉള്ളതുപോലെ കുന്തിക്കും സങ്കടം എന്നിട്ട് എന്തൊക്കെയോ പറയുന്നതാണ്. പിന്നെ അത് രണ്ട് കാര്യങ്ങളാണ് നമുക്കിന്ന് പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും ഉള്ളത്. ഇതിപ്പോൾ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദപത്മത്തിൽ നമസ്കരിച്ച് നമുക്ക് തുടങ്ങാം. കല്യാണത്തിനു നമ്മെ വരുത്തിക്കാലത്തൊരു പുല്ലോളം ബഹുമാനിയാതെ പാഞ്ചാല നൃപൻ വിപ്രനു കന്യാരത്നം കൊടുത്തിടുന്നതാകിൽ വിപ്രനെ വധിക്കേണമെന്നതു മരുതല്ലോ. സൽക്കാരപൂർവം നമ്മെ വരുത്തി സ്വയം വരെ ധിക്കാരം കാട്ടിയൊരു പാഞ്ചാലൻ തന്നെ കൊൽവോ. ദുഷ്ടനാം ദുഷ്ടദ്യുമ്നൻ തന്നെയും വധിക്കേണം, കഷ്ടമെത്രയും അവൻ കാട്ടിയ ദുരാചാരം. ചെറുപ്പം കൊണ്ടു മോഹാൽ ബ്രാഹ്മണൻ കാട്ടിയതു പൊറുക്കേയുള്ളൂ, നമുക്കവനോടെല്ലാം കൊണ്ടും നമ്മുടെ രാജ്യധന സന്തതി ശൗര്യാദിയും ബ്രഹ്മരക്ഷാർത്ഥമത്രേ നിർണയമറിഞ്ഞാലും എന്നു കൽപ്പിച്ചു നിന്ന മന്നവരെല്ലാവരും അന്യോന്യം ഒരുമിച്ചു യുദ്ധത്തിനൊരുമ്പെട്ടാർ. സന്നദ്ധന്മാരായതു കണ്ടു പാഞ്ചാല നൃപൻ ചെന്നു ഭൂദേവന്മാര് ശരണം പ്രാപിച്ചപ്പോൾ വിപ്രവേഷവും പൂണ്ടു തൽ സഭാമധ്യേമേവും അത്ഭുത വിക്രമന്മാരായ ഭീമാർജുനന്മാർ കെൽപ്പോട് പുറപ്പെട്ടു യുദ്ധത്തിനൊരുമിച്ചു. വിഭ്രാന്തന്മാരായടുത്തിടിനാരതു നേരം. ഉന്നതമായ വൃക്ഷം കണ്ടു ഭീമനുമതു ചെന്നുടൻ പറിച്ചിലയൂരി ആയുധമാക്കി നിന്നതു കണ്ടു കൃഷ്ണൻ രാമനോടരുൾ ചെയ്തു, നിർണയമിതു ഭീമനതി മാനുഷകർമ്മ. പിന്നാലെ നിൽക്കുന്നതു ഫൽഗുനൻ തന്നെ നൂനം, ധന്യരാമാദ്രേയന്മാരരികെ നിൽക്കുന്നത് മുക്തന്മാരായാർ പാണ്ഡുപുത്രന്മാർ മാതാവോടും. വ്യക്തം ജാതുഷഗേഹത്തിങ്കൽ നിന്നറിഞ്ഞാലും ദൈവാനുഗ്രഹമെങ്കിൽ നമ്മുടെ പിതൃശ്വസാ ജീവിച്ചത് ആത്മജന്മാരോടുമെന്നാകിലിപ്പോൾ. എത്രയും സുഖം വന്നു ചിത്തത്തിലെങ്കിലിനി യുദ്ധകൗശലം കണ്ടുകൊള്ളുക നാം എന്നേ വേണ്ടു. രാമകൃഷ്ണന്മാരിത്തം പറഞ്ഞു നിൽക്കുന്നേരം ഭൂമിപാലേന്ദ്രന്മാരും പോരിനായൊരുമിച്ചു. നാം ഏതും കുറയരുതിനെന്നതു നേരം ഭൂമിദേവേന്ദ്രന്മാരും പോരിനായൊരുമ്പെട്ടാർ. ക്ഷത്രത്തിൻ ദണ്ഡങ്ങളും പാതുകങ്ങളും പുനരുത്തരീയങ്ങൾ കരകങ്ങൾ എന്നിവയുമായി ഹസ്തവുമുയർത്തി നിന്നുദ്യോഗം കണ്ട നേരം മുക്തഹാസവും പൂണ്ടു. ഫൽഗുനനുര ചെയ്താൻ കുണ്ഠഭാവവും നീക്കി രണ്ടു ഭാഗവും നിന്നു കൊള്ളുവിൻ നിങ്ങളെല്ലാരും ദ്വിജന്മാരെ. കണ്ഠങ്ങൾ, കരങ്ങൾ, കാലെന്നിവ തെരുതരെ ബാണങ്ങളെ കൊണ്ടു ഞാൻ തെരുതരെ ഖണ്ഡിച്ചു. നൃപന്മാരെ ദണ്ഡഹസ്തന്റെ പുരത്തിങ്കലാക്കിയിടുന്നുണ്ട്. ദണ്ഡമില്ലെനിക്കതിനറിവിൻ നിങ്ങളെല്ലാം. ഇത്തമർജുനൻ പറഞ്ഞിടിനോരനന്തരം യുദ്ധത്തിനടുത്തിതു മിത്രനന്ദനൻ കർണൻ തുടങ്ങി ശരങ്ങളാൽ വരിഷം വിജയരും നടുങ്ങി ഭുവനവും ചെറുഞാണൊലികളാൽ. രുദ്രനോട് അന്തകന്താനടുത്ത പോലെ നേരെ മാദ്രാധിപതി ശല്യർ ഭീമനോടടുത്തിതു. മറ്റുള്ള വിപ്രന്മാരും ധാർത്തരാഷ്ട്രന്മാരുമായെത്തിയുമെറിഞ്ഞു മൊട്ടെയ്തും നിന്നിതു തമ്മിൽ. എന്താ പറയുന്നു വിചാരിച്ചാൽ
ഇവർക്ക് എല്ലാവർക്കും രാജാക്കന്മാർക്ക് ദേഷ്യം വന്നു. നമ്മളെ വിളിച്ചു വരുത്തി ക്ഷണിച്ചിട്ട് അപമാനിക്കുകയല്ലേ ചെയ്തത് ഈ പാഞ്ചാലൻ. ഒരു നോക്കണം, നമുക്ക് ഒരു കളി കളിപ്പിക്കണം, ഒരു പണി കൊടുക്കണം എന്നെല്ലാം പറയുന്ന ഒരു കളി കളിപ്പിക്കണം. പിന്നെ അത് വിപ്രന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിപ്രനെ വധിക്കാൻ പാടില്ല, അത് നമുക്കൊരു ബ്രഹ്മഹത്യയായി പോകൂലേ. പിന്നെ പാഞ്ചാലനെയും കൊല്ലണം, ആ ദൃഷ്ടദ്യുമ്നെയും കൊല്ലണം. എന്തെന്നാ ഇപ്പം പണിയെടുത്തത്, ദുരാചാരം. പിന്നെ ബ്രാഹ്മണൻ അത് ആ ചോരത്തളപ്പ് കൊണ്ട് കാട്ടിയത് അത് നമുക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യം തന്നെ. എല്ലാം എല്ലാം ബ്രാഹ്മണന്മാരിൽ നിന്നല്ലേ ധനവും സമ്പത്തും സന്തതിയും എല്ലാം പിന്നെ ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതുകൊണ്ട് ബ്രാഹ്മണന്മാരൊന്നും ചെയ്യണ്ട. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. അത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി, പാവത്തിന് പാഞ്ചാലൻ പോയി ഈ 5 ഭൂദേവന്മാരായി നിൽക്കുന്ന പിന്നെ പാണ്ഡവന്മാരെ ശരണം പ്രാപിച്ചു. അപ്പോഴോ വേഗം എഴുന്നേറ്റിട്ട് യുദ്ധം തുടങ്ങി. ഭീമസേനൻ പിന്നെ വേഗമാണ്, എളുപ്പത്തിൽ കഴിയണം. വലിയൊരു മരം കണ്ടു, അതും പൊരിച്ചെടുത്തു, അതിൻ്റെ ഇലയിൽ ഊരി ആട്ടി കൊടുക്കാൻ തുടങ്ങി. അന്നേരം ഭഗവാൻ പറയുന്നു ആ പൊന്നുണ്ണി കണ്ണനേട്ടനോട്, കേട്ടാ ഇത് നമ്മളെ ഭീമസേനൻ തന്നെയാണ് കേട്ടോ, അത് വേറെ ആയിരിക്കും ഇങ്ങനത്തെ കളി കളിക്കാൻ പറ്റൂല. ആ പിറകിൽ നിൽക്കുന്നത് അർജുനൻ തന്നെ, അതിനും ആ 2 ഭാഗത്ത് നിൽക്കുന്നത് മറ്റേ ഇവർ രണ്ടാളും നകുല സഹദേവന്മാർ. അന്നേരം പറയുന്നു ഏട്ടൻ ശ്രീ ബലരാമൻ പറയുന്നു, ഈശ്വരാ ഭാഗ്യം തന്നെ അവർ ആ അമ്മയോടും കൂടിയിട്ട് ആ അരക്കില്ലത്തുനിന്ന് രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞു. എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് യുദ്ധം നോക്കി നിൽക്കാമല്ലോ, കാണാമല്ലോ നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് യുദ്ധം തുടങ്ങി. അന്നേരം ആ കുറേ ഭൂമിദേവന്മാരില്ലേ പാവങ്ങൾ, അവർക്ക് എന്ത് യുദ്ധം അറിയാം, അവരും വരുന്നു. അന്നേരം അർജുനൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട്, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളവിടെ 2 ഭാഗത്തായി നിന്നിട്ട് കണ്ടോ, എൻ്റെ യുദ്ധകൗശലം നോക്കി നിൽക്ക്, ഞാൻ കണ്ടോ ഒരാളെ കഴുത്തും ഒരാളെ കയ്യും കാലും എല്ലാം അരിഞ്ഞിടുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അതിനൊന്നും ബുദ്ധിമുട്ടില്ല എന്നും പറഞ്ഞു. അപ്പോഴത്തെ കർണൻ വന്നു. കർണനല്ലേ പിന്നെ അർജുന തീരെ കണ്ടുകൂടായിത്തം, മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം. അന്നേരം ഈ അമ്പ് കൊണ്ടുള്ള വർഷം തന്നെ തുടങ്ങിയത്. അപ്പോൾ ഈ ശബ്ദം കൊണ്ട്, ചെറുഞാണൊലിയുടെ ശബ്ദം കൊണ്ട് ഭൂമിയെല്ലാം ഇങ്ങനെ നടുങ്ങുന്നു. അപ്പം രുദ്രൻ എന്ന് പറഞ്ഞാൽ മഹാദേവനും പണ്ട് ഒരിക്കൽ അന്തകനുണ്ടായ ഒരു യുദ്ധം ഉണ്ടല്ലോ അപ്പാ, ആ മാർക്കണ്ഡേയന് വേണ്ടിയിട്ട്, അതുമാതിരി ഈ ശല്യര് ഭീമനോടെടുത്തു. അപ്പം വിപ്രന്മാരും എല്ലാവരും ഇങ്ങനെ യുദ്ധം തന്നെ. വിസ്തരിച്ചെന്തിനേറെ പറയുന്നിതു പാർത്ഥൻ, മിത്രപുത്രനെ ജയിച്ചിടിനാനതു നേരം. ശല്യരെ മുഷ്ടിയുദ്ധം ചെയ്തു മാരുതപുത്രൻ കൊല്ലാതെ കൊന്നാനത് കണ്ടു മറ്റുള്ള നൃപർ എല്ലാരും ഭയപ്പെട്ടു വാങ്ങിനാർ. മറയവർക്കെല്ലാ ലോകവും ജയിക്കാം, അവർ വലുതല്ലോ. തോറ്റിതു വിശ്വാമിത്രൻ വസിഷ്ഠനോടു മുന്നം, തോറ്റിതു രാജാക്കന്മാർ ഭാർഗവരാമനോടും. തോറ്റതു കുറ്റമല്ല ഭൂസുരന്മാരോടു നാം ഏറ്റതൊരവിവേകമെന്നോർത്തു വാങ്ങിയിടിനാർ. മന്ദഭാവവും പൂണ്ടു ഭൂപാലർ നിജ മന്ദിരമകം ബുക്കു വസിച്ചു യഥാപൂർവം. വിജയത്തോടും ദ്രുപദാത്മജയോടും കൂടി വിജയവൃഗോദര വീരന്മാർ നടകൊണ്ടാർ. അപ്പം പറയുന്നത് നമ്മൾ വെറുതെ ആയി. ഈ ബ്രാഹ്മണന്മാരെ ജയിക്കാനായിരിക്കും പോവില്ല, അവർ എല്ലാ കാര്യത്തിലും കേമന്മാരല്ലേ. ആ വിശ്വാമിത്രൻ പണ്ട് രാജാവായ സമയത്ത് വസിഷ്ഠനോട് തോറ്റിട്ടില്ലേ. പിന്നെ ഇത്ര രാജാക്കന്മാരെന്ന് ഭാർഗവരാമനോട് തോറ്റിട്ട് വീരമൃത്യു വരിച്ചില്ലേ കുറേ രാജാക്കന്മാർ. തോറ്റത് നമ്മളെ കുറ്റമൊന്നുമല്ല. എന്നിട്ടും പറയുന്നു കുണ്ടിൽ വീണിട്ടും കാലുമേലെ ഉണ്ടെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ, തോറ്റത് കുറ്റമല്ല, അത് വെറുതെ വേണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവിവേകായത്. നമുക്ക് പോവാം എന്നും പറഞ്ഞെല്ലാവരും പോയി.
അപ്പം ഇവർ വിജയത്തോടും ദ്രുപദാത്മജയോടും കൂടിയിട്ട് വിജയവൃകോദര വീരന്മാർ നടന്നു എന്നാണ് പറയുന്നത്. വിജയവും കൂടെ വന്നു, ദ്രുപദാത്മജയും കൂടെ വന്നില്ലേ. അങ്ങനെ അവർ പോയി. അപ്പോൾ അമ്മയുടെ അടുത്ത് എത്തിയില്ല. കുന്തി ഇനിങ്ങനെ വേവലാതിപ്പെടുന്നുണ്ട്. കുന്തിയും ഭൈക്ഷകാലെ കാണാഞ്ഞു സുതന്മാരെ ചിന്തിച്ചു അന്തരായങ്ങളെല്ലാം ധാർത്തരാഷ്ട്രന്മാർ ബലാലറിഞ്ഞു വധിച്ചാരോ പാർത്ഥിവേന്ദ്രന്മാർ. രാത്രിജാരികൾ മായ കൊണ്ടു നിഗ്രഹിച്ചാരോ പാർത്ഥിവേന്ദ്രന്മാർ പരാഭൂതന്മാരാകയാലേ. തീർത്ഥ മത്സരം കൊണ്ടു പാർത്തു നിഗ്രഹിച്ചാരോ. നിത്യവും ഭൈക്ഷമേറ്റു വരുന്ന കാലം ഇന്നൊരിത്തിരി നേരമുണ്ട് കഴിഞ്ഞു കണ്ടീലിന്നും. ശക്തിജപുത്രവാക്യം വ്യർത്ഥമായി വന്നിടുമോ. സത്യവാദികൾ വെച്ചുത്തമോത്തമനല്ലോ തത്വജ്ഞൻ. സത്യവതീ പുത്രൻ എന്നതു നൂനം വിത്തമോരോന്നേ കുന്തി ചിത്തത്തിലോർക്കും നേരം. ഗത്വാ ഭാർഗവ കർമ്മശാലാം താം പാർത്ഥോ വൃഥാം നത്വാ താം യാജ്ഞസേനിം. അർജുന വൃകോദരോ ലബ്ധേയമദ്യഭിക്ഷേത്യുക്താ വേദയതാം തത്രൈവ കടീം ഗത്വാ സാത്വനവേക്ഷ്യ കുന്തിപുത്രാൻ ഭുഞ്ജീധ്വമിതി പ്രോവാച സപ്രമോദം. പശ്ചാൽ സാ കുന്തി പ്രസമീക്ഷ കന്യകാം കൃഷ്ണാമച്ഛാംഗിം. കഷ്ടം മയാ ഭാഷിതമിത്യുവാച സ്വച്ഛവാദിനി കുന്തി തദനു ചിന്തയന്തി സ്വാധർമ്മഭീതാ ചാഭി വിലജ്ജമാനാ കുന്തി സാദരം പാണുഗ്രഹീതോപജഗാമ കന്യാം. നന്ദനം യുധിഷ്ഠിരം വചനമുവാചേദം സുന്ദരീ ദ്രുപദരാജാത്മജാ കന്യകേയം തുൽകനിഷ്ഠാഭ്യാം മയി നിസൃഷ്ടാ യഥോചിതം തൽകഥാം നിശമ്യ ഭുഞ്ജീത്വമിത്യുക്തം മയാ നാനൃതമുക്തം മയാപ്യദ്യൈവം കഥം ഭവേൽ. മാനവശ്രേഷ്ഠ ബ്രവീഹി ദ്രുപദജാമിമാം അധർമ്മോ നജോപവർത്തേതന ഭൂതപൂർവ സധർമാത്മജോ വിചിന്യാശു മുഹൂർത്തമാത്രം മാതരം സമാശ്വാസ്യ ഭ്രാതരം ധനഞ്ജയം സാദരം. ബഭാഷേ വാക്യം പരമിദം തദാ ഭവതാജിതാ പാർത്ഥദ്രുപദാത്മജാചേയം ഭവതാ തോഷിഷ്യതി പാവക പ്രജ്വാല്യതാം. ഹൂയതാമസ്യാ പാണിം വിധിവദ് ഗൃഹാണത്വം ഭാര്യേയം തവൈവോതി ശ്രുത്വാ പൂർവജവാക്യം. വിഷ്ണുരഗ്രജം പ്രോവാചോത്തമ യുക്തം വാക്യം കൃഷ്ണേയം മയാജിതാജാപീവ. ശൃണു ഭവാൻ മാമാ അധർമ്മ ഭജം കൃതായ അധർമ്മോയം ഭൂമിപാലേന്ദ്ര ഭവാൻ പ്രഥമം പ്രണിവേശ്യ. തദനു വൃകോദര പൂർവജ പുനരഹം തദനു മാദ്രീസുതൗ നകുലസഹദേവ മതിരക്ഷണാചേയം ഭവതഃ സർവേ ഭയം തൽക്കരണീയമത്രൈവം ഗതേ ഭവാനിഹ. തൽക്കുരു ധർമ്മ്യം യശസ്യം വിചാര്യാത്മഹിതം യൽപ്രിയം ഭവേ ദ്രുപദസ്യ രാജേന്ദ്രസ്യ വാ തൽബ്രൂഹി സർവേ സ്ഥിതാ തദ്വശേ യുധിഷ്ഠിര. ദ്രൗപദീം ദൃഷ്ട്വാ തത്ര തിഷ്ഠന്തിം ശുചിസ്മിതാം ഭൂപതി പ്രവരാണാം പഞ്ചാനാം പാണ്ഡവാനാം മന്മഥ പ്രാദുരാസീൻ മാനസേ ധൈര്യാത്മനാം. സംമിഥ്യേന്ദ്രിയഗ്രാമം വിഹിതം സ്വയം ഭുവാ. എന്താ പറയണ പറഞ്ഞാല് ഈ അമ്മ കുന്തിദേവി മക്കളെ കാണാഞ്ഞിട്ട് ഈശ്വര എൻ്റെ മക്കൾ എന്തായിപ്പോയി. ഇതിനു മുമ്പേ വരുന്നതാണല്ലോ എല്ലാ ദിവസവും. ഇനി അവരെങ്ങനെയെങ്കിലും മറിഞ്ഞിട്ട് കൊന്നുവോ എൻ്റെ മക്കളാ? അല്ല ഈ രാത്രി നിശാചരന്മാർ കൊന്നുവോ? എന്തൊന്നായത് ഇവർക്ക്? ആരെങ്കിലും ഇങ്ങനെ മത്സരം വെച്ചിട്ട് ഒളിഞ്ഞു നിന്നിട്ട് കൊന്നുവോ? നേരത്തെ വരുന്നതാണ്. പക്ഷേ ആ വേദവ്യാസൻ്റെ വാക്ക് വ്യർത്ഥാവൂല. വേദവ്യാസൻ്റെ അല്ല, പിന്നീട് ശക്തിജപുത്രവാക്യം. അതാണ് പിന്നെ
എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പേര് വസിഷ്ഠൻ. വസിഷ്ഠനാന്ന് പറഞ്ഞിനെല്ലാം നന്നായി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വെറുതെ ആവൂല. സത്യവാദികളിൽ ഉത്തമോത്തമനല്ലേ സത്യവതി പുത്രനായ ആ നമ്മുടെ വേദവ്യാസൻ. അദ്ദേഹം പറഞ്ഞതാണല്ലോ ഇതൊക്കെ നന്നായി വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം അവർ വരുന്നുണ്ട്. നത്വാതാം യാജ്ഞസേനയും അർജുന വൃഗോദരും. അപ്പോൾ യാജ്ഞസേനിയെ കൂട്ടിയിട്ട് അർജുനനും വൃഗോദരനും നല്ല നല്ല ഭിക്ഷ കിട്ടീനി എന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു. വന്നിട്ട് അമ്മയോട് ഇങ്ങനെ പറയും, അമ്മേ ഞങ്ങൾ വന്നു, ഞങ്ങൾക്ക് ഇന്ന് ഭിക്ഷ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. 5 ആളും കൂടി എടുത്തോ മക്കളെ. എപ്പോഴും അങ്ങനെയാ പറയൽ. എന്തെന്ന് കൊണ്ടുവന്നാലും പറയും 5 ആളും കൂടി എടുത്തോ മക്കളെ. അപ്പോൾ ഈ കന്യകേനെ കണ്ടു. കഷ്ടം, ഞാൻ എന്തെന്ന് പറഞ്ഞത് ഈശ്വരാന്ന് വിചാരിച്ചു. മയാ ഭാഷിതമിത്യുവാച. അയ്യയ്യോ കഷ്ടം. മയാ ഭാഷിതമിത്യുവാച. ഞാൻ എന്തെന്ന് ഇപ്പം പറഞ്ഞത്. സ്വസ്ഥവാദിനി. അന്ന് വല്ലാതെ ചിന്ത വന്നു ഈ കുന്തിദേവിക്ക്. പേടിയും വന്നു, എന്തൊക്കെയോ ആയി. അന്നേരം മോളെ കൈപിടിച്ച് അവത്തേത് ആരെങ്കിലും വീട്ടിലായാലും അവത്ത് കയറ്റി. അന്നേരം യുധിഷ്ഠിരൻ പറഞ്ഞു, കനിഷ്ഠൻ്റെ ഭാര്യ, കനിഷ്ഠൻ അല്ല അനിയനല്ലേ ഇപ്പോൾ കൊണ്ടുവന്നത്. അന്നേരം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അധർമ്മമൊന്നുമല്ല, ധർമ്മം തന്നെയാണെന്നെല്ലാം പറഞ്ഞു. പിന്നീട് എന്ത് പറഞ്ഞു, ഒരു മുഹൂർത്തം മാത്രം ഉണ്ടാതിരുന്നു. എൻ്റെ അമ്മേനെ സമാധാനിപ്പിച്ചു. അമ്മ പറഞ്ഞ തെറ്റൊന്നുമില്ല, അമ്മ വിഷമിക്കണ്ട, എല്ലാം ഈശ്വര നിശ്ചയം പോലെ അല്ലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടെന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇത് പാണിഗ്രഹണം കഴിക്കണ്ടേ. എന്നിട്ട് പൂർവജൻ എന്ന് പറഞ്ഞാൽ മൂത്ത ആളല്ലേ, ഏട്ടൻ പറയുന്നു. ജിഷ്ണുവിൻ്റെ അഗ്രജൻ, അതായത് ഏട്ടൻ. അധർമ്മ കൃത്യാഹ അധർമ്മമല്ല ധർമ്മം തന്നെ. ഭൂമിപാലേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അച്ഛനോട്, അതായത് ദ്രൗപദിയുടെ അച്ഛനോട് പറയുന്നു. തതനു വൃഗോദരൻ പൂർവജൻ, ഞാൻ പൂർവജൻ, വൃഗോദരൻ്റെ ഏട്ടനല്ലേ. പിന്നെ മാതൃസുതന്മാരും നകുല സഹദേവന്മാരും ഒക്കെയാണ് ഇവർ ഞങ്ങളെന്ന് പറഞ്ഞു കൊടുക്കേന്ന്. പേടിക്കണ്ട, ഞങ്ങൾ ഇതാ ഈ അർജുനൻ്റെ ഏട്ടൻ ഭീമസേനൻ്റെ ഏട്ടൻ ഞാൻ, അത് 2 അനിയന്മാരാണ് എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, ദ്രൗപദീനെ നോക്കിയിട്ട് പറയുന്നു. ദ്രൗപദി ഇങ്ങനെ ഒരു നല്ലൊരു മന്ദഹാസത്തിൽ നിൽക്കുന്നുണ്ട്. ഭൂപതി പ്രവരാണാം പഞ്ചാനാം പാണ്ഡവാനം. 5 പിന്നെ ഭൂപതിമാർ ആണിവർ എന്ന് പറഞ്ഞില്ലേ. അപ്പം നല്ല സന്തോഷമായി. മന്മഥപ്രാതുരാസ്യൻ മാനസേ ധൈര്യ. നല്ല അതിസുന്ദരന്മാരും മന്മഥന് തുല്യന്മാരായതുകൊണ്ടുള്ള സന്തോഷമുണ്ട്. എന്നിട്ടോ തേഷാമിംഗിതാകാരഭാവജ്ഞോ യുധിഷ്ഠിരോ ദോഷജ്ഞോ വേദവ്യാസവചനമനുസ്മരൻ അപ്രവീൽ സമേതൻ ഭ്രാതൃന്മിഥോ ഭേദഭയാൽ സുപ്രിയം സർവേഷാന്നോ ഭാര്യേയം ഭവിഷ്യതി. ശോഭിത കളേബര പാഞ്ചാല നൃപാത്മജ ദ്രൗപദി മനോഹരി സുന്ദരി കൃഷ്ണാസതി. പൂർവജൻ പറഞ്ഞതു കേട്ടു സോദരന്മാരുമേവമെന്നനുവദിച്ചവിടെ വാഴുന്നേരം ദേവകീസുതൻ ജഗദീശ്വരൻ വാസുദേവൻ ദേവതീരമണനുമായുടനെഴുന്നള്ളി ഭാർഗവ കർമ്മശാല തന്നിൽ വാണിയിടുന്നൊരു ഭാഗ്യപുരുഷന്മാരാം പാണ്ഡവന്മാരെ കണ്ടു. എങ്ങനെ അറിഞ്ഞവാർ എന്നിതു യുധിഷ്ഠിരനങ്ങനെ അറിവൻ ഞാൻ എന്നിതു മുകുന്ദനും. തങ്ങളിൽ ജാതൂഗൃഹമോചന വൃത്താന്തവും തിങ്ങനെ സന്തോഷത്തോടന്യോന്യം പറഞ്ഞുടൻ കല്യാണം മേലിൽ വരേണ്ടും പ്രകാരവും പുനരെല്ലാരും കൂടിക്കണ്ടു പറഞ്ഞു യാത്ര ചൊല്ലി. വേഗേന മുകുന്ദനും രാമനും എഴുന്നള്ളി ലോകപാലന്മാരോടു തുല്യരാം പാണ്ഡവരും ഭാർഗവനികേതനെ വസിച്ചാരവിടെയും മാർഗമായി ഭിക്ഷയേറ്റു കഴിച്ചു ദിവസവും.
ഭാർഗവ കർമ്മശാല സന്നിധോ ചെന്നു നിന്ന ഭഗവാൻ ദൃഷ്ടദ്യുമ്നൻ രാത്രിയിൽ അവരുടെ വാക്കുകേട്ടറിഞ്ഞതു പാണ്ഡവന്മാരെന്നുള്ളിൽ വായ്ക്കുമാനന്ദം പൂണ്ടു താതനോടെല്ലാം ചൊന്നാൻ. പാഞ്ചാല നൃപേന്ദ്രനും തന്നുള്ളിലുണ്ടായൊരു ചാഞ്ചല്യമകന്ന് ആനന്ദാകുലനായാനല്ലോ. അന്നേരം ഉപാധ്യായൻ തന്നെ അങ്ങയച്ചിതു മന്നവൻ ദ്രുപദനും അറിവാൻ പരമാർത്ഥം. ചെന്നു പാണ്ഡവന്മാരെ കണ്ടൊരു വിപ്രേന്ദ്രനെ നന്നായി പൂജിച്ചു ഭീമൻ ധർമ്മജനിയോഗത്താൽ. ദ്രുപദ പുരോഹിതനാകിയ ഭൂദേവനും നൃപതി കുലവരനാം അജാതാരാതിയും അന്യോന്യ വൃത്താന്തങ്ങൾ പറഞ്ഞു വസിക്കുമ്പോൾ അന്യനായിരിപ്പോരു പൂരുഷൻ വന്നാനല്ലോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി വിവാഹം കഴിക്കാമെന്നാണ് അങ്ങനെ അമ്മ പറഞ്ഞതും അങ്ങനെയല്ലേ വേദവ്യാസനും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ ഏട്ടനെയും കൂട്ടിയിട്ട് അവിടെ വന്നു. ആ പൊന്നുതമ്പുരാൻ എന്നിട്ട് പറഞ്ഞു അവരോട്, കണ്ടിട്ടാകുമ്പോൾ ചോദിച്ചു എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുന്ന യുധിഷ്ഠിരൻ. ഞാൻ അങ്ങനെ അറിഞ്ഞോളൂ ഏട്ടാ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പിന്നെ അരക്കില്ലത്തുനിന്ന് രക്ഷപ്പെട്ടതും എല്ലാം സന്തോഷത്തോടെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇനി നാളെ മുതൽ ഇനി കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം, മേലിൽ മംഗളം വരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോയി. ഇപ്പോൾ ലോകപാലന്മാരോടൊന്നുമില്ല, അത്രയും കേമത്താന്ന് ഇവരെ എപ്പോഴും പറയുന്നു. ഇവർക്കാണെങ്കിൽ ആയ കാലം തൊട്ട് കഷ്ടപ്പാടേ ഉള്ളൂ താനും. എന്നാലും പറയുമ്പം ഭാഗ്യവാന്മാരെന്നും ലോകപാലന്മാരോടൊന്നുമില്ലിരുന്നാലൊക്കെ പറയും. അന്നേരം അവിടെ തന്നെ ആ ഭാർഗവനികേതനത്തിൽ തന്നെ വസിച്ചു ഭിക്ഷ എടുത്തിട്ട് തന്നെ. എന്നിട്ട് അമ്മേനെയും പത്നീനെയും അതേ പത്നിയാവുന്ന കുട്ടിയല്ലേ ഏതായാലും അവിടെ ആക്കിയിട്ട് ഇവർ ഭിക്ഷ എടുക്കാൻ പോവും. അപ്പോൾ മറ്റേവർ ഒരു ദിവസം ദൃഷ്ടദ്യുമ്നൻ രാത്രിയിൽ വന്നിട്ട് ഇവരുടെ സംസാരമെല്ലാം കേട്ടു. അകത്തുനിന്ന് പറയുന്നതെല്ലാം പുറത്തുനിന്ന് കേട്ടിട്ടാകുമ്പം മനസ്സിലായി പാണ്ഡവന്മാരെന്ന്. വേഗം പോയിട്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. എന്തേ അർജുന് കൊടുക്കാനായിട്ടുണ്ടായ പെൺകുട്ടിയല്ലേ ഇത്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് നല്ല പരമാനന്ദം. എന്നിട്ട് ഉപാധ്യായനെ അയച്ചു. എന്താ ഈ പരമാർത്ഥം ശരിക്കും അറിയണം, ഇങ്ങനെ ഒളിച്ചു എന്ന് കേട്ടാൽ പോരല്ലോ. അന്നേരം ഭീമസേനൻ നല്ലോണം പൂജിച്ചു. പിന്നെ അജാതാരാധി പറഞ്ഞാൽ ഒരു ശത്രുവില്ല, അദ്ദേഹത്തിന് ശത്രുക്കളില്ല ആർക്ക്, ഈ ധർമ്മപുത്രർക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരാൾ അവിടെ വന്നു എന്നാന്ന് പറഞ്ഞു. അന്യനായിരിപ്പോ ഒരു പുരുഷൻ വന്നാനല്ലോ. പിന്നെയും പാഞ്ചാല ഭൂപാലക നിയോഗത്താൽ കന്യാർത്ഥം ദ്രുപദനാൽ ഉപസംസ്കൃതമായോരന്നവും വിവാഹ ഹേതോരപി വഹിച്ചവൻ ചെന്നു സമ്മതന്മാരാം പാണ്ഡവന്മാരെ കണ്ടു. ചൊല്ലിനാൻ നിങ്ങളിന് വൈകാതെ പോരണം പോലെല്ലാരും കൂടി രാജധാനിക്കുമടിയാതെ നല്ല തേരിതു വസുധാധിപയോഗ്യമിനി കല്യാണം കഴിക്കണമെന്നവൻ ചൊന്ന നേരം പാരാതെ പുരോഹിതൻ തന്നെയും അയച്ചിട്ടു വീരന്മാരായ പാണ്ഡുരാജനന്ദനന്മാരും തേരതിൽ കരയേറി വേഗത്തിൽ നടകൊണ്ടു കാരുണ്യം പൂണ്ടു കുന്തി തന്നോടും കൃഷ്ണയോടും. ധർമ്മജമതമെല്ലാം അന്നേരം പുരോഹിതൻ സമ്മോദം കലർന്നവനീശ്വരനോടു ചൊന്നാൻ. നിർവ്യാജം ജിജ്ഞാസയാ പാഞ്ചാലൻ ബഹുവിധം ദ്രവ്യവും ദാനം ചെയ്താൻ പാണ്ഡവന്മാർക്കായിക്കൊണ്ടും. മത്തഹസ്തികൾ മനോവേഗമുള്ള അശ്വങ്ങളും ചിത്രമാം രഥം കാലാൾ ദാസികൾ ദാസന്മാരും ആസനശയനയാനങ്ങളും വർമ്മങ്ങൾ ബാണാസനങ്ങളും ചർമ്മനികരം ഖഡ്ഗങ്ങളും അസ്ത്രശസ്ത്രങ്ങൾ ഫലമൂലങ്ങൾ മാല്യങ്ങളും വസ്ത്രങ്ങൾ നല്ല നല്ല പട്ടുകൾ പാതുകങ്ങൾ വെൺകൊറ്റക്കുടതഴ വെഞ്ചാമരികൾ നല്ല കുങ്കുമമലയജ കസ്തൂരി കളഭവും കൊടികൾ നല്ല കൊടിക്കൂറകൾ വാദ്യങ്ങളും കുടകൾ ആലവട്ടം ദർപ്പണം ചൊട്ടകളും മുത്തുമാലകൾ മുത്തുക്കൊടികൾ മുത്തുക്കുട
മുഖങ്ങളായ മേലാപ്പുകളും തിരകളും ആഭരണങ്ങൾ കിരീടാദികൾ പലതര ആപാഹാരചൂടം അണിഞ്ഞിടുവാനുള്ളവയും ആഭതേടിയിടും കുപ്പായങ്ങളും തൊപ്പികളും ആഭോഗമാർന്ന പൊന്നിൻ പാത്രങ്ങൾ പശുക്കളും ധനധാന്യങ്ങളെല്ലാം അവധിയില്ലാതോളം മനസ്സി കനിവോട് കൊടുത്തു പാഞ്ചാലനും. അപ്പം ഈ ഒരാൾ വന്നിട്ടാകുമ്പം പറഞ്ഞു, ഇനി കൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാ എന്ന് പറഞ്ഞു. ഭക്ഷണമെല്ലാം കൊണ്ടുവന്നിട്ടാന്ന് വന്നിനി. ഭക്ഷണമെല്ലാം കൊടുത്ത് കഴിച്ചിട്ടാകും പറഞ്ഞു എല്ലാവരും തേര് വന്നിട്ടുണ്ട്, എല്ലാവരും കൂടി കൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് രാജാവ് എന്ന്. അപ്പോൾ പോയി. അങ്ങനെ അവിടെ കൊട്ടാരത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം പാഞ്ചാലന് പിന്നെ സന്തോഷം കൊണ്ട് ഒരുപാട് ദാനങ്ങൾ. ഇവർക്ക് ഇന്നത് കൊടുക്കാനൊന്നുമില്ല. ദ്രവ്യവും പിന്നെ ആനകളും കുതിരകളും രഥവും കാലാളും ദാസികളും ദാസന്മാരും കിടക്കയും കട്ടിലും പിന്നെ എന്തെന്ന് വേണ്ടത് എല്ലാ സാധനങ്ങളും ഖഡ്ഗങ്ങളും പിന്നെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഫലമൂലങ്ങൾ വേറെയും മാലകൾ വസ്ത്രങ്ങൾ ഒന്നും കൊഴിഞ്ഞ് ഇന്നതെന്ന് പറയാനില്ല. അങ്ങനെയെല്ലാം ഇവർക്ക് കൊടുത്തു. അവർക്ക് സ്ത്രീധനം ആയിട്ട് പാണ്ഡവന്മാർക്ക്. ധനധാന്യങ്ങളെല്ലാം അവധിയില്ലാതോളം മനസ്സി കനിവോട് കൊടുത്തു പാഞ്ചാലനും. എല്ലാമേ പരിഗ്രഹിച്ചാനന്ദമിയെന്നുടൻ ഉല്ലാസമോടു കുന്തിദേവിയും അതു നേരം. പുഷ്കരതലവിലോലാക്ഷ്യാം കൃഷ്ണയോടും മുക്കിതങ്ങന്തപ്പുരത്തിങ്കലാമാറു മോദാൽ സർവലക്ഷണയുക്തന്മാരായ പാണ്ഡവരെ ദിവ്യവേഷത്തോടു കണ്ടിടുന്ന ജനമെല്ലാം അത്ഭുതം പൂണ്ടു നിന്നാർ നിശ്ചലന്മാരായി തത്ര കൽപ്പിത സഭാസ്ഥ പീഠാസനേ യഥാപുര ഇരുന്നാർ. പിന്നെ സ്നാനം കഴിച്ചു വഴി പോലെ വിരുന്നും പരിഗ്രഹിച്ചശനം കഴിഞ്ഞപ്പോൾ ദിക്പരമാനന്ദരൂപന്മാരാം ഇവരോരോ ദിക്പാലകന്മാരോ ഗന്ധർവന്മാർ സിദ്ധന്മാരോ നിർമ്മലന്മാരാം ദിവ്യന്മാരെ കാണായി വന്നതും നമ്മുടെ ഭാഗ്യമെന്നു ചൊല്ലിനാരെല്ലാവരും. ദ്രൗപദി തന്നെ പോലെ 4 പുത്രികളിന്നും ഭൂപാലനുണ്ടായി വരും നാകിലെന്തൊരു ഭാഗ്യം. ദ്രൗപദിക്കനുരൂപന്മാരിവരഞ്ചു പേരും രൂപലാവണ്യാതി കൊണ്ടതിന്നു വൃഥാഭവം. ചോദിച്ചു പാഞ്ചാലനും നിങ്ങളാരെന്നു നേരെ ബോധിപ്പിച്ചിട വേണം ഞങ്ങളെ ഇനിയിപ്പോൾ. എങ്കിലോ കേട്ടുകൊള്ളുക ചൊല്ലിയിടാം പരമാർത്ഥം ശങ്കയെ കളഞ്ഞാലുമെന്നു ധർമ്മജൻ ചൊന്നാൻ. ചന്ദ്രവംശത്തിൽ വന്നു പൗരവന്മാരായി പാണ്ഡുനന്ദനന്മാരായി ഞങ്ങളൈവരുമുണ്ടായി വന്നു. അഗ്രജനായതു ഞാൻ ഭീമസേനനും പിന്നെ ഫൽഗുനനായ പാകശാസനപുത്രനിവൻ നകുലൻ താനും സഹദേവനും മാതൃപുത്രരഖില ഗുണനിധേ സത്യമെന്നറിഞ്ഞാലും. ധർമ്മജവാക്കു കേട്ടു സന്തോഷത്തോടുകൂടെ നിർമ്മലൻ പാഞ്ചാലനും ചൊല്ലിനാൻ. അതിന് ശേഷം യന്ത്രവും മുറിച്ചു ഭൂവന്മാർ ജയിച്ചൊരു കുന്തീനന്ദനായ ഫൽഗുനനി ഇപ്പോൾ എൻ മകളുടെ പാണിഗ്രഹണം കഴിക്കേണം. മന്മനോരഥം പരിപൂർണമായി വന്നിതെന്നാൽ. ഇതെല്ലാം കൊടുത്തിട്ട് അന്തഃപുരത്തിൽ ഇരുന്നു കുന്തി ദേവി. നേരം ആ ദിവ്യവേഷത്തോട് കണ്ടിട്ട് എല്ലാവരും പറയുന്ന അയ്യോ എന്തൊരു ഭംഗിയ. ഇതുപോലത്തെ 4 മക്കൾ ഈ രാജാവിനുണ്ടെങ്കിൽ 5 ആവായിരുന്നു എന്ന് പറയുന്നു. പിന്നെന്ത് പറയുന്നു, 5 ആളും ഈ പാഞ്ചാലിക്ക് ചേർന്നവർ തന്നെ. അങ്ങനെയെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇദ്ദേഹം ചോദിച്ചു, പിന്നെ നിങ്ങൾ ആരാണെന്നൊന്ന് ശരിക്കും പറഞ്ഞെന്നേ എന്ന് പറഞ്ഞു. നേരം പറഞ്ഞു, ഞങ്ങൾ ചന്ദ്രവംശത്തിൽ ആ പാണ്ഡുവിൻ്റെ മക്കൾ തന്നെയാണ്. ഞാൻ ഏട്ടൻ, ഇതെൻ്റെ അനിയൻ ഭീമസേനൻ, അതിൻ്റെ അനിയൻ അർജുനനാന്ന് എല്ലാം പറഞ്ഞു. അന്നേരം പറഞ്ഞു, യന്ത്രം മുറിച്ചിട്ടേ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച അർജുനൻ എൻ്റെ മോളെ പാണിഗ്രഹണം കഴിക്കണം എന്ന് പറഞ്ഞു. അന്നേരം അർജുനൻ പറയുന്നു, അക്കഥ കേട്ടു ധർമ്മനന്ദനനുര ചെയ്താനഗ്രജന്മാരായി ഞങ്ങളിരുവരിക്കവേ
ഫൽഗുനൻ വിവാഹം ചെയ്യുന്നതു മരുതല്ലോ. സൽഗുണനിധേ മുമ്പിൽ ഞാൻ വേൾക്കെന്നതേ വരൂ. ചിന്തിച്ചു പാഞ്ചാലനും അന്നേരമുര ചെയ്തു, സന്തോഷമിതിൽ പരമില്ലെങ്കിൽ എനിക്കെടോ. മന്ദഹാസവും ചെയ്തു ധർമ്മജൻ ചൊന്നാനപ്പോൾ, സുന്ദരിയായ തവ കന്യക തന്നെ ഞങ്ങൾ ഐവരും കൂടി വിവാഹം ചെയ്യുന്നതേ വേണ്ടു. ദൈവകൽപ്പിതമാർക്കും തടുക്കാവൊന്നുമല്ല. കഷ്ടം, അഹന്ത കഷ്ടം, ഞാനത് കേട്ടിട്ടില്ല. ദുഷ്ടമായിട്ടുമില്ലെന്നാൽ അത് ധർമ്മമല്ല. നിശ്ചയം ദേവലോക വിരുദ്ധമിതു പാർത്താൽ ദുശ്ചരിത്രങ്ങൾ നിങ്ങൾക്കല്ലിവ തോന്നിയിടേണ്ടു. ഒരുത്തൻ അനേകം ഭാര്യമാരെയുണ്ടാക്കിയിടാം, ഒരുത്തിക്കനേകം ഭർത്താക്കന്മാരരുതല്ലോ. വേദത്തിൽ വിധിച്ചതു തന്നെയല്ലെന്നാകിലും ലോകർക്കു കേട്ടാൽ മതമായിരിക്കണമല്ലോ. വേദത്തിൽ വിധിയില്ല ലോകർക്കും മതമല്ല, പാതിഥ്യം വരുമെന്നാൽ നരകമതുമുണ്ടാം. ധന്യനാം ധർമാത്മജനം നേരമുര ചെയ്താൻ, മന്നവാ ദേവലോക വിരുദ്ധമെന്നാകിലും. സൂക്ഷ്മധർമ്മത്തെ പാർത്തു ഞാനിവ പറഞ്ഞതു ഭോഷ്കല്ല, ധർമ്മേതര ബുദ്ധിയും എനിക്കില്ല. മാതാവിൻ മതമിത് ദൈവസങ്കല്പം താനും ചേതസി മമഹിതമാകയുമുണ്ടിതെന്നാൽ. ധർമ്മമല്ലെന്നു വരാ നിർണയമെന്നു തന്നെ ധർമ്മജൻ ചൊന്ന നേരം ദ്രുപദൻ താനും ചൊന്നാൻ. കുന്തിയും നീയും മമ ദൃഷ്ടദ്യുമ്നനും കൂടി ചിന്തിച്ചിട്ടിനി നാളെ കൽപ്പിക്കാമെന്നേ വേണ്ടു. പിറ്റേന്നാളെല്ലാവരും ഒന്നിച്ചു വിചാരിപ്പാനുറ്റ ബന്ധുക്കളുമായി വസിച്ചിടിന നേരം വേദവ്യാസനും എഴുന്നള്ളിനാൻ. എതൃശ്ചയാ സാദരം മുനി തന്നെ പൂജിച്ചാരവർകളും. കാഞ്ചനാസനേ മരുവീടിന മുനിയോടു പാഞ്ചാല നൃപതിയും തൊഴുതു ചൊല്ലിയിടിനാൻ. ഒരു നാരിയെ പലർ കൂടി വേൾക്കെന്നുള്ളതിൽ ഒരു കാലത്തും ഒരു ദിക്കിലും ഒരുവർക്കും. ഇന്നിപ്പോൾ പാണ്ഡവന്മാരെ വരും കൂടി മമ കന്യക തന്നെ വേൾക്കാൻ ഭാവിക്കുന്നതു മാമോ. നിന്തിരുവടി അരു ചെയ്യണം വിചാരിച്ചു, സന്താപം അതുകൊണ്ടു പാരമുണ്ടെന്നു നൃപൻ ചൊന്നതു കേട്ട നേരം മുനിയും അരുൾ ചെയ്തു, നിന്നുടെ കുറ്റമല്ല ധർമ്മമല്ലെന്നു തോന്നും. ഭൂപതിയുടെ കയ്യും പിടിച്ചു മുനിവരൻ ശോഭ തേടിയിടും മണിയറയിലകം ബുക്ക്. അപ്പം ഇങ്ങനെ പറഞ്ഞു. അർജുനൻ എൻ്റെ മകളുടെ പാണിഗ്രഹണം ചെയ്യണമെന്ന് പറയുമ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ മൂത്തവർ രണ്ടാളുണ്ടാകുമ്പോൾ എങ്ങനെ ഇളയാൾ കല്യാണം കഴിക്കുന്നു? അത് ഞാനല്ലേ കഴിക്കേണ്ടത്. ഓ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, അങ്ങ് കഴിച്ചോളൂ, അങ്ങ് എൻ്റെ മോളെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ 5 പേരും കൂടി എന്ന് പറഞ്ഞു. അയ്യോ അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഒരു 5 ആൾ കൂടി ഒരു സ്ത്രീനെ വിവാഹം കഴിക്കൽ. ദേവലോകത്തും കൂടി ഏടി ഇത് നടക്കൂലപ്പാ, നിങ്ങൾക്കല്ലല്ലോ ഇങ്ങനെ തന്നെ ഒന്നും തോന്നേണ്ടത്. ഒരാൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടാവാം, ഒരുത്തിക്കും ഒരു ഭർത്താവല്ലേ പറ്റുള്ളൂ, അത് വേദത്തിലും അതന്നല്ലേ വിധിച്ചതെന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സങ്കടം വന്ന പോലെ പറയുന്നു. നേരം പറഞ്ഞു, എനിക്ക് അറിയാഞ്ഞിട്ടല്ല, സൂക്ഷ്മധർമ്മത്തെ പാർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അമ്മേൻ്റെ മതം ഇതാണ്, അമ്മ പറഞ്ഞതും ഇത് തന്നെയാണ്, ദൈവസങ്കല്പമാണ്, എനിക്കും അങ്ങനെ ഇഷ്ടമാണ്, ധർമ്മം അല്ലാതെ വരൂല എന്നെല്ലാം പറയുന്ന ആര് ഇദ്ദേഹം, ഈ നമ്മുടെ ധർമ്മപുത്രർ. അന്നേരം പറഞ്ഞു, ഏതായാലും കുന്തിയും നീയും എൻ്റെ ദുഷ്ടദ്യുമ്നനും കൂടിയിട്ട് നാളെ എല്ലാവരും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് എന്താ വേണ്ടിച്ച ചെയ്യാം, മുഹൂർത്തം കൽപ്പിക്കാന്നെല്ലാം പറയുന്നവർ. പിറ്റേന്ന് എല്ലാവരും കൂടി കൃത്യസമയത്ത് വേദവ്യാസനും എത്തി. നേരം മുനീനെ പൂജിച്ചു. എല്ലാവരും കൂടി ഇരുത്തി രത്നസിംഹാസനത്തിലെല്ലാം ഇരുത്തിയിട്ടാകുമ്പം പാഞ്ചാലൻ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടോ കേട്ടിട്ട് ഒരാൾ ഒരു സ്ത്രീനെ 5 പേര് കൂടി വിവാഹം കഴിക്കുന്ന അവിടെ കേട്ടിട്ടുണ്ടോ? ഇപ്പം ഇവരിങ്ങനെ പറയുന്നു, ഞാൻ എന്തൊന്നും ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ചു. നേരം പറഞ്ഞു, അത് കുറ്റമൊന്നുമല്ല, എനിക്കതുകൊണ്ട് സങ്കടവും വേണ്ട, നിൻ്റെ കുറ്റമല്ല, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ചിട്ട് മണിയറയിലേക്ക് പോയി എന്നാണ് പറയുന്നത്, സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഇവരുടെ ഈ പാഞ്ചാലിയുടെ പൂർവ്വജന്മ വൃത്താന്താണ് നാളെ പറയേണ്ടത്, അതും പറയണം. പിന്നെ ഈ പഞ്ചേന്ദ്രോപാഖ്യാനം, ഈ പെൺകുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ, അതൊക്കെയല്ലാന്ന് നമുക്ക് നാളെ പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും ഉള്ളത്. അത് ഇനി എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ പാരായണം ചെയ്തതും
പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ തൃപ്പാദപത്മത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം.